മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹിയെ 7ാം മാസത്തിലെ ചടങ്ങിന് ശേഷം കരുണാലയത്തിലോട്ട് കൊണ്ടുവരണമെന്ന് വാശി പിടിക്കുകയാണ് നമ്മുടെ പ്രതാപൻ പറയുന്നുണ്ട്, ലക്ഷ്മി മോൾ ഇങ്ങോട്ട് വന്നാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കണ്ണനാണെങ്കിൽ ഇങ്ങോട്ട് വരും. അപ്പോഴേക്കും കണ്ണനുമായിട്ട് എനിക്ക് ഒരുപാട് നേരം സംസാരിച്ചിരിക്കാം. അതെല്ലാം വിശ്വനാഥിന് വളരെ ഇഷ്ടമാണെന്നും അവൻ്റെ മോനെ അവൻ അപ്പോഴെങ്കിലും കാണാമല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെയേറെ സന്തോഷിക്കുകയാണ് പ്രതാപൻ. പക്ഷേ പ്രതാപൻ്റെ ഈ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് മുത്തശ്ശിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. മുത്തശ്ശി മോഹിനിയോടായിട്ട് പറയുന്നുണ്ട്, ഇവൻ പറയുന്നത് കേട്ട് നീ അവളെ ഇങ്ങോട്ടൊന്നും വലിച്ചുകൊണ്ട് വരണ്ട, അവളെ എവിടെയാണെങ്കിൽ പ്രസവിച്ചോട്ടെ, അവളെ ഇങ്ങോട്ടൊന്നും കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കുന്നില്ല എന്ന് മുത്തശ്ശി പറയുന്നത് കേട്ട് പ്രതാപൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ കിളവി ഇതെല്ലാം പറയാൻ കാര്യം, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ഇരുന്നാൽ മതി, ലക്ഷ്മി മോളുടെ വീടാണിത്, അവൾ ഇങ്ങോട്ട് തന്നെ വരുമെന്നെല്ലാം പ്രതാപൻ പറയുകയാണ്. പിന്നീട് കമലേശ്വരത്ത് എത്തുകയാണ് മഹി വരുന്നത് കാണുമ്പോഴേക്കും ദുർഗയ്ക്കും കരുണയ്ക്കുമെല്ലാം ആകെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ദുർഗയാണെങ്കിൽ മഹി വരുന്നതാണെങ്കിൽ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ മഞ്ജു ആണെങ്കിൽ മഹിയെ പടി കയറാനെല്ലാം സഹായിക്കുന്നു. ഇത് കാണുന്ന ദുർഗയ്ക്ക് വളരെ ദേഷ്യം വരുന്നു. ദുർഗ പറയുന്നുണ്ട്, ഇപ്പോൾ ഇവളെ താങ്ങി പിടിച്ചുകൊണ്ടൊക്കെ വേണം നിനക്ക് വരാനല്ലേ, നീ ഇപ്പോൾ ഇവളുടെ ആയിട്ടാണോ ഈ കൂടെ നടക്കുന്നതെന്നല്ല മഞ്ജുവിനെ കളിയാക്കുമ്പോൾ മഞ്ജു ആണെങ്കിൽ ചുട്ട മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് ദുർഗയ്ക്ക്. നിങ്ങൾക്കാർക്കും ഏട്ടത്തി ഇങ്ങോട്ട് വരുന്നത് ഇഷ്ടമില്ലെന്ന് എനിക്കറിയാം, എന്നാലും ഏട്ടത്തിയുടെ വീടല്ലേ, ഏട്ടത്തിക്ക് ഇങ്ങോട്ട് വരാതിരിക്കാൻ പറ്റില്ലല്ലോ, ആർക്കും ഇഷ്ടമില്ലെങ്കിൽ ഇവിടെ നിന്ന് ആർക്ക് വേണമല്ലേ എപ്പോൾ വേണമെങ്കിലും പോകാമെന്നല്ല മഞ്ജു പറയുന്നത് കേട്ട് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ദുർഗ പറയുന്നുണ്ട്, ഇവളെപ്പോലെ ഒരു മന്ത്രവാദി ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാവില്ല, ഇവളാണെങ്കിൽ മന്ത്രവാദം ചെയ്താണ് ഇപ്പോൾ കരുണമോളുടെ അച്ഛന് തന്നെ വട്ടായിരിക്കുന്നതെന്നെല്ലാം പറയുന്നത് കേട്ട് വളരെയേറെ സങ്കടം വരുന്നുണ്ട് മഹിക്ക്. ഇത് കേൾക്കുന്ന മഞ്ജു പറയുന്നുണ്ട്, ആര് മന്ത്രവാദം ചെയ്തെന്ന്, അതൊക്കെ ചെയ്യുന്നത് നിങ്ങളാണല്ലോ എല്ലാവരും നശിപ്പിക്കാനായിട്ട് ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്, ഏട്ടത്തിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നെല്ലാം പറയുന്നത് കേട്ട് കണ്ണനാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. ആർക്കാണിപ്പോൾ മഹി ഇങ്ങോട്ട് വന്നതിൽ ഇത്ര വലിയ വിഷമം, അങ്ങനെയുള്ളവർക്ക് ആർക്കും ഇവിടെ മുന്നോട്ട് നിൽക്കാമെന്ന് ആരും വിചാരിക്കേണ്ട എന്നെല്ലാം പറയുന്നത് കേട്ട് ദുർഗ പറയുന്നുണ്ട്, ഞാൻ എന്താണെങ്കിലും ഇവൾക്ക് വേണ്ടി ഈ വീട്ടിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ തയ്യാറല്ല, ഞാൻ ഈ വീട്ടിൽ തന്നെ താമസിക്കും, എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന വീടാണിത്, അതുകൊണ്ട് ഇവൾക്ക് വേണ്ടി ഈ വീട്ടിൽ നിന്നും മാറാനൊന്നും എന്നെ കിട്ടില്ല എന്നെല്ലാം ദുർഗ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ പറയുന്നു. പിന്നീട് കരുണയെ കാണുന്ന കണ്ണനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് നിൻ്റെ അച്ഛൻ്റെ അടുത്തുനിന്ന് എപ്പോൾ വന്നു എന്ന് ചോദിക്കുന്നു. നിൻ്റെ അച്ഛൻ എങ്ങനെയുണ്ടെന്നെല്ലാം ചോദിക്കുമ്പോൾ കരുണയ്ക്കാണെങ്കിൽ ആകെ എന്തോ പോലെയാകുന്നുണ്ട്. നിൻ്റെ അച്ഛനാണെങ്കിൽ എന്നോട് എന്തോ പറയാനായിട്ട് 2-3 പ്രാവശ്യം ഫോൺ ചെയ്തപ്പോഴും നീയും നിൻ്റെ മുത്തശ്ശിയും കൂടിയാണല്ലോ തടഞ്ഞത്, എന്തുകൊണ്ടാണ് ആ കാര്യങ്ങളൊന്നും എന്നോട് പറയാനായിട്ട് നിങ്ങളാരും സമ്മതിക്കാത്തതെന്നെല്ലാം കരുണയോട് ചോദിക്കുമ്പോൾ കരുണയ്ക്കാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ വല്ലാതെ പേടിയാവുന്നു. അത് പിന്നെ കണ്ണേട്ട അച്ഛനാണെങ്കിൽ എന്തോ വായി തോന്നിയതെല്ലാമാണ് വിളിച്ചു പറയുന്നത്, കണ്ണേട്ടനോട് പറയാനുള്ള ഒരു കാര്യവും അച്ഛൻ്റെ കയ്യിലില്ല, അച്ഛനാണെങ്കിൽ ചുമ്മാ കണ്ണേട്ടനെ കാണണമെന്നെല്ലാം വെറുതെ വാശി പിടിക്കുന്നതാണ്, അതുകൊണ്ട് അച്ഛൻ ആ പറയുന്നതിലൊന്നും വലിയ കാര്യമാക്കേണ്ടെന്നെല്ലാം കരുണയാണെങ്കിൽ പറയുന്നത് കേട്ട് മഹിക്കാണെങ്കിൽ ആകെ ഭയമാകുന്നു. കാരണം ഏതെങ്കിലും ഒരു കാരണവശാൽ കണ്ണൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നോർത്തിട്ട് മഹിക്ക് ആകെ ഒരു സമാധാനം കെട്ടുപോവുകയാണ്. പിന്നീട് വാമദേവനാണെങ്കിൽ ആകെ ഒരു വല്ലാത്ത അവസ്ഥയിൽ തന്നെയാണ്. കാരണം പ്രതാപനെ കാണാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ തന്നെ പ്രതാപനാണെങ്കിൽ ഞാനാണ് കണ്ണൻ്റെ അച്ഛനെ കൊന്നതെന്നെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പ്രതാപൻ്റെ മുന്നിലാണെങ്കിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെ പ്രതാപനെ വകവരുത്താൻ വേണ്ടി അയാളെ ഒന്ന് കൊട്ടേഷൻ കൊടുക്കണം, അല്ലാതെ രക്ഷയില്ല, അയാളുടെ ജീവിതം അവസാനിപ്പിച്ചാൽ മാത്രമേ ഈ ഒരു സത്യം പുറത്തു വരാതിരിക്കുകയുള്ളൂ എന്നെല്ലാം പറയുന്നത് കേട്ട് സീമന്തിന് പറയുന്നുണ്ട്, ഇനി എന്തിനാണ് ഒരു കൊലയും ഇതെല്ലാം ഇതോടുകൂടി അങ്ങോട്ട് അവസാനിപ്പിക്കുക, ഇങ്ങനെ ഒന്ന് ചെയ്യാൻ പോയത് കൊണ്ടല്ലേ ഇപ്പോൾ നമ്മളിപ്പോൾ കിടന്ന് അനുഭവിക്കുന്നതെന്നല്ല സീമന്തിന് പറയുന്നത് കേട്ട് വാമദേവൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും വിട്ടാൽ പറ്റില്ല, അവൻ്റെ കഥ കഴിഞ്ഞാൽ മാത്രമേ നമുക്കെല്ലാം സമാധാനമായിട്ട് ഇനി ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. പിന്നീട് രാത്രി ആകുമ്പോഴേക്കും പ്രതാപൻ്റെ അടുത്ത് വിശ്വനാഥൻ എത്തുന്നുണ്ട്. അങ്ങനെ വിശ്വനാഥൻ വരുന്നത് കാണുമ്പോൾ പ്രതാപൻ ചെറുതായിട്ടൊന്ന് ഭയക്കുന്നു. കാരണം വിശ്വനാഥൻ എന്നും വരുന്നത് പോലെയല്ല, വളരെ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഇതുവരെ എൻ്റെ മോനോട് എന്നെ കൊന്നത് നീയാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ, അത് ലക്ഷ്മി മോൾ പറഞ്ഞെന്നാണല്ലോ എന്നോട് പറഞ്ഞതെന്ന് പറയുമ്പോൾ, അത് അവൾ നുണ പറയുന്നതാണ്, നീ തന്നെ നേരിട്ട് പോയി പറയണമെന്നെല്ലാം പറയുകയാണ്. അതും പ്രകാരം പ്രതാപനാണെങ്കിൽ ആ കാര്യം തീരുമാനിക്കുകയാണ്, നേരിട്ട് തന്നെ കണ്ണൻ്റെ അടുത്ത് പോയി പറയണം, ആരും കാണാതെ വേണം പോകാനെന്ന് വിചാരിക്കുന്നു. പിന്നീട് ഉണ്ണിയാണ് കാണിക്കുന്നത്. ഉണ്ണിയാണെങ്കിൽ മഹിയാണെങ്കിൽ കമലേശ്വരത്തോട്ട് വന്നത് ഉണ്ണിക്ക് തീരെ പിടിച്ചില്ല. ഉണ്ണിക്കാണെങ്കിൽ ഈ ഒരു ചടങ്ങ് നടക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. ആ ചടങ്ങ് എങ്ങനെ കുളമാക്കാമെന്നാണ് ഉണ്ണി വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.